ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടായിരുന്നു, വൈ ഐ ലെഫ്റ്റ് ഇസ്രായേൽ എന്നുള്ളത്. ധാരാളം പേരാണ് അതിനടിയിൽ വന്ന് മെസ്സേജ് ഇട്ടത്. ഒത്തിരി പേഴ്സണൽ മെസ്സേജുകൾ എനിക്ക് വന്നു. എങ്ങനെയാണ് ഞാൻ ഇസ്രായേൽ പോയത്, എന്തുകൊണ്ടാണ് ഇസ്രായേൽ ലെഫ്റ്റ് ആയത് എന്നൊക്കെ. ആ ലെഫ്റ്റ് ആയ വിവരണം ഞാൻ അവിടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കണമെന്നില്ല മറ്റൊരാളുടെ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ ആദ്യമേ ഗൾഫ് രാജ്യത്ത് പോയെന്ന് പറഞ്ഞത് മസ്കറ്റിലാണ്. അവിടെ 5 വർഷം ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നിട്ട് ഇസ്രായേൽ ചൂസ് ചെയ്യുന്നത്. ഇസ്രായേൽ ചൂസ് ചെയ്യാൻ കാരണം, ഇസ്രായേൽ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇസ്രായേൽ ചൂസ് ചെയ്തു. ഇസ്രായേൽ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ രാജ്യത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ആഗ്രഹിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം നല്ലൊരു ഏജൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആ രാജ്യം വിട്ടിട്ട് 1 വർഷം, 1.5 വർഷം, 2 വർഷം അടുത്താകുന്നു. അതുകൊണ്ട് എനിക്കിപ്പം അറിവിൽ ഏത് ഏജൻസിയാണ് റിക്രൂട്ട്മെൻറ്റ് നന്നായിട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയുകയില്ല. എന്നാലും ഞാൻ പോയത് ഒക്കെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മളൊരു ഏജൻസി കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മളൊരു നല്ല ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് നല്ലൊരു ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏജൻസി, ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കണം. നമുക്കൊരു എംപ്ലോയർ ഉണ്ടെങ്കിൽ നമുക്ക് ആ രാജ്യത്തേക്ക് ജോലിക്കായിട്ട് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. ആ എംപ്ലോയറുമായിട്ട് പിന്നീട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നിങ്ങൾ നന്നായിട്ട് അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് ഇപ്പോൾ ചോദിച്ച് മനസ്സിലാക്കുക. എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്, ഏത് പേഷ്യൻറ്റിനെയാണ്, അവരുടെ രോഗവിവരങ്ങൾ എല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മുടെ ഇൻ്റർവ്യൂ ഓൺലൈനിൽ വീഡിയോ കോളിലായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം നമ്മുടെ പേപ്പർ വർക്കുകൾ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടു, ഓക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏജൻസി നമുക്ക് ഇൻഫർമേഷൻ തരും. അതിനുശേഷം നമ്മൾ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന് പേപ്പർ വർക്കുകളുടെ എല്ലാ ഡീറ്റെയിലുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല. എങ്കിലും മാരിയർ സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, അഫിഡവിറ്റുകൾ എല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അഫിഡവിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആരാണ് ആ കുഞ്ഞിനെ നോക്കുന്നത് നമുക്കറിയാം. ഇസ്രായേൽ ഒരു യുദ്ധമൊക്കെ ഉള്ള രാജ്യമാണ്. പെട്ടെന്ന് നമുക്ക് ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഓടി വരാൻ പറ്റത്തില്ല. അപ്പം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി ആരാണ് ഏറ്റെടുക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള അഫിഡവിറ്റുകൾ വേണം. പിന്നെ കുറേ പേപ്പർ വർക്കുകൾ ചെയ്യാനായിട്ടുണ്ട്. ആ പേപ്പർ വർക്കുകളുടെ ഡീറ്റെയിൽസുകളൊന്നും ഞാനിവിടെ പറഞ്ഞ് ഈ വീഡിയോ ലെന്തിയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനുശേഷം നമുക്ക് നമ്മളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മൾ റെഡിയാക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോകുന്നു ഒരു കെയർ ടേക്കറായിട്ടാണ്. കെയർ ടേക്കർ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ആ രാജ്യത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ നേഴ്സായാലും കൊള്ളാം, വേറെ ഏത് പ്രൊഫഷൻ ആയാലും നമുക്കൊരു കെയർ ടേക്കറിൻ്റെ ഒരു കോച്ചിങ് ഉണ്ടാവും. അത് ഞാൻ അറ്റൻഡ് ചെയ്തത് മുംബൈയിലാണ്. 1 മാസത്തെ ക്ലാസ്സാണ്. ഡിപ്പെൻഡ് ഓൺ ഏജൻസി ആണ്, അവരാണ് തീരുമാനിക്കുന്നത് എത്ര നാൾ നമുക്ക് ആ കോഴ്സ് വേണം. ചിലർക്ക് അതിൽ കുറവായിരിക്കാം, ചിലർക്ക് 1 മാസമായിരിക്കാം, ചിലർക്ക് അതിൽ കൂടുതലായിരിക്കാം. അപ്പോൾ അതിനകത്ത് നമ്മളെ കുറച്ച് ലാംഗ്വേജൊക്കെ അവരോട് പറയേണ്ടതൊക്കെ നമ്മളെ പഠിപ്പിക്കും. അതുപോലെ എങ്ങനെയാണ് പേഷ്യൻറ്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്നൊക്കെ ആ കെയർ ടേക്കിംഗ് കോഴ്സിൽ നമുക്ക് പഠിപ്പിച്ചതിന് ശേഷം ആ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റും നമുക്ക് ലഭിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഓഫർ ലെറ്റർ വരും. നമ്മുടെ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം നമ്മൾക്ക് ജോബ് കോൺട്രാക്റ്റും വരും. നമ്മുടെ ഓഫർ ലെറ്റർ വന്നതിന് ശേഷം നമ്മുടെ ഏജൻസി ചോദിക്കുന്ന ലക്ഷങ്ങൾ നമ്മൾ അവിടെ കൊടുക്കണം. അതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ആ ഓഫർ ലെറ്റർ ഒന്ന് കാണാനെങ്കിലും തരത്തുള്ളൂ. ഞാൻ പോയപ്പോൾ 7 വർഷം മുമ്പാണ് ഞാൻ പോയത്. അപ്പോൾ 7 വർഷം മുമ്പ് ഞാൻ 7 ലക്ഷം രൂപയ്ക്കാണ് ഇസ്രായേലിൽ പോയത്. ഇപ്പം ഞാൻ അറിഞ്ഞത് 15 ലക്ഷം രൂപ വരെ ഇസ്രായേലിൽ പോകാൻ കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇത്രയുമാണ് ഏജൻസികൾ വാങ്ങുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയുള്ള ഏജൻസിയുമായിട്ട് സംസാരിക്കുക. ഞാൻ ആ പോയ സമയത്ത് 7 ലക്ഷം രൂപ മടക്കി പോയപ്പോൾ എനിക്ക് ഏകദേശം 4100 ഷെക്കേലായിരുന്നു എൻ്റെ സാലറി എന്ന് പറയുന്നത്. ഇപ്പോൾ സാലറിയൊക്കെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ പോകുന്നതിൻ്റെ കോസ്റ്റും അവർ കൂടുതലായിട്ട് വാങ്ങുന്നുണ്ട്.
പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് വിസ സബ്മിഷനാണ്. അതും നമുക്ക് മുംബൈയിലാണ് വിസ സബ്മിഷൻ ചെയ്യേണ്ടത്. വിസ സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂ നമ്മൾ പാസ്സായി കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിലേക്ക് നമ്മുടെ ഇസ്രായേലിലേക്കുള്ള വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു, നമ്മൾ ഇസ്രായേലിലെത്തുന്നു. ഇതാണ് എൻ്റെ ഇസ്രായേലിലേക്ക് പോയ എക്സ്പീരിയൻസ്. കൂടുതൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ക്വാളിഫിക്കേഷൻ, എന്ത് ജോബാണ് അവിടെ ചെയ്യേണ്ടത്. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ആ ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പാസ് ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടി എന്നെ ഫോളോ ചെയ്യുക. താങ്ക്